ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണാം. എല്ലാവരും കൂടിക്കോളി. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നൈസായിട്ട് ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി നന്നായി ചതച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായി അല്പം ഓയിൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് എടുത്ത് ഓരോ പീസിൽ പുരട്ടി കൊടുക്കാം നന്നായിട്ട്. ഞാനതെല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മസാലകൾ. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂറോളം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഒരു മണിക്കൂറോളം കഴിഞ്ഞു. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് 2 മുട്ട എടുക്കാം. മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോ പീസായിട്ട് നമുക്കിത് ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്ക് മുട്ടയിൽ മുക്കി വീണ്ടും ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒന്ന് ചൂടാകട്ടെ. അതിനുശേഷം നമുക്കിത് ഓരോന്നായി ഇതിൽ വറുത്ത് കോരാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയായി ഒട്ടും സ്പൈസ് അല്ലാതെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.